എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇക്വിഷൻ്റെ ഒരു സിം ഇടാവുന്ന ക്യാമറയാണ്. നമുക്ക് പല ബ്രാൻഡ്സിലും മാർക്കറ്റിൽ സിം ഇടാവുന്ന ക്യാമറാസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇക്വിഷൻ ഇപ്പോഴാണ് സിം ഇടാവുന്ന ക്യാമറ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്കിത് 4G സിമ്മിൽ വർക്ക് ചെയ്യുന്നൊരു ക്യാമറയാണ്. പിന്നെ ഇതിൽ സ്മാർട്ട് ഹൈബ്രിഡ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. രാത്രി നമുക്ക് വേണമെങ്കിൽ കളറാക്കാം, ഇല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ രാത്രി കളറാക്കുമ്പം അതിനൊരു LED ലൈറ്റ് കത്തി നിൽക്കും. അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നമുക്ക് IR തന്നെ മാറ്റിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാകുമ്പം രാത്രി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഹ്യൂമൻ വെഹിക്കിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ 2-way ഓഡിയോ ഉണ്ട്. മെമ്മറി കാർഡ്, ഓൺ ബോർഡ് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ വെതർ പ്രൂഫാണ്, ഔട്ട്ഡോർ വെക്കാം. ഇത് 4MB ക്ലാരിറ്റിയിൽ വരുന്നൊരു ക്യാമറയാണ്. ഇനി നമുക്ക് ഈ ക്യാമറേൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. പ്ലാസ്റ്റിക്കാണ് ക്വാളിറ്റി വരുന്നത്. നമുക്ക് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണ്. നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് NVRലോ DVRലൊക്കെ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കേബിൾ ത്രൂ ആഡ് ചെയ്യാം. വൈഫൈ ഇതിൽ പറയുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഫൈ ത്രൂ ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ നമ്മളെ സീരിയൽ നമ്പർ ഇതൊക്കെ അടങ്ങിയ സ്റ്റിക്കർ വരുന്ന മേളിലാണ്. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ ഇളക്കിയിട്ട് താഴെ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സീരിയൽ നമ്പർ ബേസ്ഡ് ആയിരിക്കും കുറേ സർവീസൊക്കെ വരുന്നത്. എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് മെമ്മറി കാർഡ്, സിമ്മൊക്കെ വരുന്നത്. സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ആൻറ്റിന ഉണ്ട്. നെറ്റ്വർക്കിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആൻറ്റിന കൊടുത്തേക്കുന്നത്. എന്തായാലും നമുക്കിതിൽ സിം വന്നിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ക്യാമറയുടെ അടിഭാഗത്ത് ഈ പോർഷൻ ഊരി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലാണ് നമുക്ക് സിമ്മും മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വരുന്നത്, ആ സ്ലോട്ട് വരുന്നത്. പിന്നെ അവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ക്യാമറ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി, സിം ഇട്ടതൊക്കെ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. അത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ ത്രൂ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് ക്യാമറയുടെ ക്ലാരിറ്റി വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വേറൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.